അങ്ങനെ നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് ഇത്ര നേരം കണ്ട ഒരു അനുഭവമല്ല, വേറെ അനുഭവമാണ്. ആ കാണുന്ന മലയില്ലേ, നമ്മളത് കയറണം. അതുപോലത്തെ ഒരു വലിയ മല കയറിയിട്ടാണ് ഇവിടെ വന്നേക്കണേ. നമ്മളോട്ടൊരു മരം കിടക്കുന്നുണ്ടോ, വെട്ടിയിട്ട് വടിത്തിട്ട് പോലെ. അടിപൊളി. അപ്പോൾ നമ്മൾ ആ മലയുടെ മുകളിലേക്ക് കയറാൻ പോകണം. നമ്മൾ ഇതുപോലത്തെ ഒരു 2 ഇരട്ടിയുള്ള സാധനം കയറിയിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയേക്കണേ. ഇതിൻ്റെ മുകളിൽ എന്താണെന്നുള്ളത് അറിയാനുള്ള ആകാംക്ഷയാണ്. എന്തെങ്കിലും ഇല്ലെങ്കിൽ അവന്മാരവിടെ കെട്ടിയിടുമോ? സംഭവം നൈസാണ്, ഒരു രക്ഷയുമില്ല. ഓ, അത്രയും പടിക്കെട്ടും കൂടി അതിൻ്റെ മുകളിലേക്കുണ്ട്. ഇനി അത് കയറി എത്തിപ്പെടാൻ നല്ല പാടാ. എൻ്റെ മുകളിൽ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. സോ നമ്മളിനി ഇവിടുന്ന് മുതൽ ഇതിന് താഴേക്കുള്ള ഭംഗി അണച്ച് കഴിയുമ്പോൾ വായി ഇത് കണ്ട, കാണിച്ചു തരാം. വേണ്ട, ഇത് മുഴുവൻ നമ്മൾ കയറി. അപ്പോൾ പിന്നെ അണയ്ക്കാതിരിക്കില്ലല്ലോ. ഓക്കെ, അപ്പോൾ നൈസല്ലേ? ഇവിടെ ഒന്ന് വെച്ചിട്ട് വേണ്ടി വരും, ഇങ്ങനെയൊക്കെ ഷോട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ആ പടിക്കെട്ട് താഴേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ കയറിയതിൻ്റെ ഭീകരത മനസ്സിലാവും. ഇത് നമ്മൾ മിക്കവാറും ഒത്തിരി പടങ്ങളിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട്, സോങ്ങിൻ്റെ സീക്വൻസുകളിലും മറ്റു. ഇപ്പം നമ്മുടെ ജോണി ലിവറിൻ്റെ ഒരു മൂവി വന്നില്ലേ, അതിലോ അങ്ങനെ എന്തൊക്കെയോ ഒത്തിരി പടങ്ങളിൽ ഇതുപോലത്തെ സിറ്റുവേഷൻസ് കിട്ടും. ഇതുപോലത്തെ സാഹചര്യങ്ങൾ, ഇതുപോലത്തെ മനോഹരമായ സ്ഥലങ്ങളുള്ള ഇതൊക്കെ നമ്മൾ പല പടങ്ങളിലും കണ്ടിട്ടുണ്ട്. സോങ്ങിൻ്റെ ബാംഗ്ലൂരിലേക്കായിട്ടാണ് ഏറ്റവും കൂടുതൽ വരാറ്. ഇവിടെ ഓരോ സ്ഥലത്തും ഓരോ ബ്യൂട്ടിയാണ്. എന്താ മരങ്ങൾക്കിടയിലൂടെ അവിടെ ഒരു ബിൽഡിംഗ് കണ്ട. നമ്മളിവിടെ പക്ഷികളൊക്കെ, വ്യത്യസ്തമായ പക്ഷികളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഇതിലെല്ലാം കാണാനൊക്കെ പറ്റുകയാണെങ്കിൽ നമ്മളത് കാണും. ഇപ്പം നമ്മൾ കടപുഴങ്ങി വീണ ഒരു മരത്തിൻ്റെ ഭാഗമല്ല നമ്മൾ കണ്ടത്. അതിൻ്റെ വേര് ഇതിങ്ങനെ ഇരിക്കും. അതിൻ്റെ ഇടയിലൂടെ കണ്ട, ആ പുളിമരത്തിൻ്റെ ഇടയിലൂടെ ആ ബിൽഡിംഗ് കാണുമ്പോൾ എങ്ങനെയുണ്ട്? ഒരു നൈസ് ഫീലല്ലേ? ആ ഫീലായിട്ട് തോന്നണമെങ്കിൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത്, ഇപ്പം നിങ്ങൾ ഓരോ ഏരിയയും തിരിച്ച് കാണിക്കുന്നില്ലേ, അത് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു ബ്യൂട്ടിയും ഭയാനകതയൊക്കെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേണ്ട, ഇതിൻ്റെ ഇടയിൽ നിന്ന് നോക്കുമ്പോഴാണ് നമ്മൾ നിങ്ങൾക്കൊരു സ്ഥലം കാണിച്ചട്ടെ. അതിലൊരു തരം മറ്റേ കൂണ് മുളച്ചു വന്നതാണത്. വിഷക്കൂണൊക്കെ ആയിരിക്കും കേട്ടോ. കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കിസ്കോ ബോലാരേ, ഹായ്.
വേണ്ട പുളി വേണ്ട. അതുപോലെ കുട്ടികൾ ഇരിക്കുമ്പോൾ ഉള്ളൊരു ഭംഗിയുണ്ടാവും. വേണ്ട നൈസല്ലേ, അടിപൊളിയല്ലേ. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്കൊന്ന് നോക്കിയാലോ, കുറച്ച് സൂം ചെയ്തിട്ട്. കണ്ടോ, ഇനിയും നമുക്ക് നടക്കുവാനുണ്ടെന്ന് പറഞ്ഞില്ലേ. കണ്ടോ, നാം നടക്കും വഴികൾ നമ്മുടേതാണ്. അവിടെ ഒരു ഇറിഗേഷൻ പമ്പ് സെറ്റോ എന്ത് പാട്ടയാണ്. ഇവിടെ ഒരു ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടമൊക്കെ ഉണ്ട്, നടന്ന് ക്ഷീണിച്ച് ചെയ്യുന്നിരിക്കാനായിട്ട്. ഇനി ഒരു നൈസ് സാധനം കാണിച്ചട്ടെ. ഒരു അടാറ് മരം കൊട്ട പുഴുങ്ങി വീണെടുക്കണണ്ട. വേണ്ട ഓക്കെ, എൻ്റെ അവിടെ നിന്ന് സൂര്യനെ കണ്ടോക്കെ. വേണ്ട, സൂര്യൻ എങ്ങനെയുണ്ട് കാണാൻ? അടിപൊളിയല്ലേ. ഇനി വീണ് കിടക്കുന്ന മരത്തിൻ്റെ മറ്റൊരു സൗന്ദര്യം കാണാം നമുക്ക്. കാട്ടുവഴിയാണ്, അതിൻ്റെ താഴെ ഫോറസ്റ്റ് അവിടെ വർക്ക് ചെയ്യുന്നവരുണ്ടോ, പുള്ളി അതിൽ കൂടെ പോയത്. നമുക്കവിടെ പെർമിഷനും ഉണ്ട് ഷൂട്ട് ചെയ്യാനായിട്ട്, കാരണം നാഷണൽ പാർക്കാണല്ലോ അത്. കണ്ടോ, ഇവിടുത്തെ ഒരു സൗന്ദര്യം കാണിച്ചു തരാവേ. വേണ്ട വേണ്ട, എന്നുണ്ട്, നൈസല്ലേ നൈസല്ലേ. ഞാൻ പിടച്ച് കയറിയതാണ് ഇതിൻ്റെ മുകളിലേക്കിട്ടാ, ഇനിയിപ്പോൾ ഊർന്നിറങ്ങണം. പക്ഷെ നമ്മൾ ഊർന്നിറങ്ങുകയും ചെയ്യും, ആ വിഷ്വൽ മാക്സിമം ഒപ്പും ചെയ്യും. വേണ്ടേ, നൈസല്ലേ. വള്ളിച്ചെടികളിനുള്ളിലിരിക്കും പുള്ളിക്കുയിലേ പോരു, പുള്ളിക്കുയിലേ പോരു. ഒട്ടും എനർജി ഇല്ല പാടുവാനായിട്ട്, കാരണം അട്ടപ്പ് തെറിച്ചായിരിക്കണേ. 6-7 കിലോമീറ്റർ മൊത്തം നടന്നിട്ടുണ്ട്. എനർജി ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ പാടി തകർത്തേനെ. കണ്ട, ആ മലമുകൾ വരെ ഇങ്ങനെയൊരു പാത ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അവർ. മെഡിറ്റേഷൻ ചെയ്യേണ്ടവർക്ക് വന്ന് മെഡിറ്റേഷൻ ചെയ്യാം, കാലിൻ്റെ ഭംഗി ആസ്വദിക്കേണ്ടവർക്ക് വേണ്ടി അങ്ങനെ ചെയ്യാം, മനസ്സിന് സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ അങ്ങനെ ഇരിക്കാം. ഇപ്പോൾ മനസ്സിലായില്ലേ, മുംബൈ സിറ്റി എന്നുള്ളത് വെറും ഒരു മുംബൈ സിറ്റി അല്ല. മുംബൈ സിറ്റിയിൽ നമ്മൾ ചിന്തിക്കാത്ത, നമ്മൾ ആലോചിക്കാത്ത വർണ്ണനാതീതമായ ഒത്തിരി വിഷയങ്ങൾ അടങ്ങിയിരിപ്പുണ്ട്. അതായത് ഈ സിറ്റിയുടെ ഡിസൈൻ ചെയ്ത ആളെ സമ്മതിക്കണം. ഭയങ്കര രസമാണ്. നമ്മുടെ ട്രാവൽ കണ്ടില്ല, നമ്മളെ ട്രാഫിക്ക് കണ്ടില്ല, അത്രയും വലിയ ട്രാഫിക്ക് കൺട്രോൾ ചെയ്യാൻ പാകത്തിനുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയ ആൾ. ഇറ്റ്സ് അമേസിങ്. അതവർ പല ഇൻ്റർനാഷണൽ മോഡലുകൾ കൊണ്ടുവന്നും കണ്ടിട്ടൊക്കെ ആയിരിക്കും, അനലൈസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ അതിഗംഭീരമാണ്. അതിലൊരെണ്ണമാണ് ഇവിടുത്തെ നാഷണൽ പാർക്ക്. പറയാതിരിക്കാൻ വയ്യ.
കാരണം കിലോമീറ്ററുകളോളം സ്ഥലത്ത് ഇതുപോലെ ആളുകൾക്ക് മനോഹരമായി പോകാനും കറങ്ങാനും അങ്ങനെ സഞ്ചരിക്കാനും അതുപോലെ കുറേ എല്ലാ സംഭവങ്ങളോടും കൂടി ഇതേ മോഡൽ തന്നെയാണ് ബാംഗ്ലൂർ സൂ ഇതുപോലെ മോഡൽ തന്നെയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. ബാംഗ്ലൂർ സൂവിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ട്രക്കിംഗ് ഏരിയ അല്ല സഫാരി ഏരിയ ഉണ്ട്, ബണ്ണാർഘട്ട, നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിമനോഹരങ്ങളായ ഒത്തിരി കാര്യങ്ങൾ ഇവിടെയുണ്ട്, നമുക്ക് ചുറ്റുമുണ്ട്, നമ്മളറിയാതെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് പിന്നെയും ആസ്വദിക്കണം. അപ്പോൾ നമ്മൾ പതിയെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. കാരണം ഇനി നേരം ഇരുട്ടാറായി. അപ്പോൾ നമ്മൾ ഈ ഭംഗി നമ്മളിങ്ങനെ കാണിച്ചിട്ട് നമ്മൾ ഈ വീഡിയോ ഇതെങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് നമ്മൾ ഇതെവിടെ കൊണ്ട് നിർത്തിയിട്ട് ഇതെങ്ങനെ നമ്മൾ സൈൻ ഓഫ് ചെയ്യും. ഓക്കേ, ബൈ.